നമസ്കാരം കൂട്ടുകാരെ, നമുക്കൊന്നൊരു കോളിഫ്ലവർ കറി വെച്ചാലോ? അതിനാവശ്യമായിട്ട് കോളിഫ്ലവർ എല്ലാം വൃത്തിയാക്കി ഉപ്പും മഞ്ഞളും എല്ലാം ഇട്ട് തിളച്ച വെള്ളത്തിലിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത് ചുമന്നുള്ളി, ഇത് സബോളയും കറിവേപ്പിലയും തക്കാളി. പിന്നെ ആവശ്യമായിട്ടുള്ള പൊടികൾ: മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, കാശ്മീരി ചില്ലിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, ഗരം മസാലയുണ്ട്. കറി വെക്കാൻ തുടങ്ങിയാലോ? എണ്ണ ഒഴിക്കുവാണേ. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ. കടുകെല്ലാം പൊട്ടി വന്നു. കടുകെല്ലാം പൊട്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ തന്നെ ചുമന്നുള്ളി ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് സബോളയും കറിവേപ്പിലയും അല്ലേ? ഉപ്പിട്ട് കുറച്ചുപ്പ്, ഇതിന് നല്ലപോലെ വഴന്ന് വരട്ടെ. കുറച്ച് വഴന്നാൽ പോരാ, നല്ല രീതിയിൽ വഴരണം. ഇവിടെ സബോളയൊക്കെ വഴന്നു. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മൾ തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ചെയ്യണേ. നല്ല ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മുടെ സബോള അല്ലേ വഴന്ന് വന്നു. സബോളയും ഉള്ളിയും കൂടെ, അതെ, പച്ചമുളകും, അതെ. ഈ കൂടെ തന്നെ ഇപ്പം തക്കാളി ഇട്ടതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് നോക്കും. ഈ ടൈമിനാണ് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ചാൽ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ ഇട്ടാലും മതി, മൂത്തോളൂ. ഇനിയിപ്പോൾ ഇതെല്ലാം വഴന്ന് വരുന്നപ്പോൾ അതും അങ്ങ് മൂത്തോളൂ. തക്കാളി ഇവിടെ വഴന്നു. ഇനി നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ നമുക്ക് പൊടികൾ പറഞ്ഞാലോ? കുരുമുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല, കാശ്മീരി മുളക് പൊടി, ഇത്രയും കൂടെയാണേ. അതെ. ഇനി അതുകൂടെ അങ്ങ് ഇട്ട് കൊടുക്കുവാണേ. തീ കുറച്ച് വെച്ചിട്ട് വേണേ ചെയ്യാൻ, പൊടി കരിഞ്ഞു പോകും. എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും നമ്മൾ ഇപ്പം ഈ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന പിള്ളേർ ഇതൊന്ന് കണ്ടു പഠിക്കണ്ട. അതെ. നമ്മുടെ പൊടിയെല്ലാം മൂത്ത് വന്നേ. കുറച്ച് വെള്ളം, അനാവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമല്ല, ശകലം വെള്ളം. ഒരു 3/4 കപ്പ് കാണും അല്ലേ? ഒരു ചെറിയ കപ്പിന് 3/4 കപ്പ്. കോളിഫ്ലവറും കൂടി ഇടുവാണേ. നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. കോളിഫ്ലവറിന് വേവ് ഉള്ളതാണല്ലേ? കുറച്ച് വറുത്തെടുക്കുമായിരുന്നെന്നുണ്ടെങ്കിൽ ചുമ്മാ നമ്മൾ ചിക്കൻ വറുത്ത് ചെയ്യുന്ന പോലെ. ഇത് വറുത്തില്ല, വറുക്കാതെ വെക്കുമായിരുന്നു. സാധാരണ നമ്മൾ വറുത്തൊക്കെയാണ് വെക്കുന്നത്, ഇന്ന് വറുത്തില്ല. കോൺഫ്ലവറൊക്കെ എല്ലാം ഇതാക്കി പൊടികളൊക്കെ ചേർത്ത് വറുത്താണ് നമ്മൾ എടുക്കുന്നത്. ഇന്ന് നമുക്ക് അതിനുള്ള നേരമൊന്നും ഇല്ലായിരുന്നു. അത് കാരണം നമ്മളല്ലാതെ
പക്ഷെ ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ടാണ്, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് നേരം, ഒരു 10-15 മിനിറ്റോളം നമ്മൾ വെച്ചിരുന്നു. അതിനകത്ത് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ പോകട്ടെ എന്ന് കരുതി. എന്നിട്ട് നമ്മൾ ഒരു 2-3 പ്രാവശ്യം കഴുകി മാറ്റി വെച്ചതാണ് കോളിഫ്ലവർ. ഇതങ്ങനെ നമ്മളിവിടെ വാങ്ങിക്കാറുമില്ല, ഒരുപാട് കുറേ നാളായിട്ട് വാങ്ങിക്കാതിരുന്നിട്ട് ഇന്ന് നമ്മൾ വാങ്ങിച്ചതാണ്. ടൗണിലിറങ്ങിയപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് വാങ്ങിച്ചതാണ്. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. കൂട്ടുകാരെ, അങ്ങനെ നമ്മളുടെ കോളിഫ്ലവർ കറി ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് അവസാന മിനുക്കമണിയായ മല്ലിയില കുറച്ചിട്ട് കൊടുത്തു. മല്ലിയില ഇട്ട് കൊടുത്തു. ശകലം വെളിച്ചെണ്ണ. നമ്മളുടെ കറി ഇവിടെ റെഡിയായി. ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ഇടിയപ്പം, അപ്പം അല്ലേ, ചോറിൻ്റെ കൂടെയാണേലും ചോറ് നല്ല കറിയാണ്. മറക്കാതെ വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു.